ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീക്കിൽ സെക്രട്ടേറിയറ്റ് OAയുടെ ഒരു റിവിഷൻ ചലഞ്ച്, അതായത് 7 ആഴ്ച കൊണ്ട് നമുക്ക് സിലബസ് ഫുൾ കംപ്ലീറ്റ് പഠിച്ചെടുക്കാൻ എന്നുള്ള രീതിയിലുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീക്കിൽ നമ്മൾ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ആ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു ആഴ്ചയിൽ നമ്മൾ പഠിക്കുന്ന എല്ലാ പോർഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പോർഷൻസ്, ആ പറഞ്ഞിട്ടുള്ള പോർഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ വെറുതെ ചോദ്യോത്തരങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ, നമ്മൾ എന്തുകൊണ്ട് ബാക്കിയുള്ള ഓപ്ഷൻസ് ഉത്തരമായില്ല എന്നുള്ളതും കൂടി പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു എക്സാം പാറ്റേൺ അനുസരിച്ച് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അപ്രോച്ചിൽ വേണം നമ്മൾ പഠിക്കാൻ കേട്ടോ. പക്ഷെ നമ്മൾ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ഒന്ന് വിശകലനം ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടേക്ക്. നമ്മൾ തീർച്ചയായിട്ടും ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ സിലബസും നമ്മൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും കേട്ടോ. മാത്രമല്ല, നമ്മൾ ഈ ഒരു റിവിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഈ വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ. ചോദ്യം നോക്കി, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. രണ്ടാമത്തത്, അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 15 ഇന്ത്യൻ സംസ്ഥാനങ്ങളുണ്ട്. മൂന്നാമത്തത്, 3 വശങ്ങളിലും 3 വിദേശ രാജ്യങ്ങളിൽ നിന്നല്ല കേട്ടോ, 3 വശങ്ങളിലും ഒരു വിദേശ രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിൽ 1 and 2, 2 and 3, 1 and 3 ഇവയൊന്നുമല്ല എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, ഇന്ത്യയെയും മാലിദ്വീപിനെയും വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണോ? അല്ല, 8 ഡിഗ്രി ചാനലാണ്. അപ്പോൾ 9 ഡിഗ്രി ചാനൽ സെപ്പറേറ്റ് ചെയ്യുന്നത് എന്തിനെയായിരിക്കും? ലക്ഷദ്വീപിനെയും അതുപോലെ മിനിക്കോയ് ഐലൻഡിനെയും, ലക്ഷദ്വീപ് ഐലൻഡ്സിനെയും മിനിക്കോയിനെയും വേർതിരിക്കുന്നതാണ് 9 ഡിഗ്രി ചാനൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 10 ഡിഗ്രി ചാനലോ? 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ആൻഡമാൻ ഐലൻഡ്സിനെയും നിക്കോബാർ ഐലൻഡ്സിനെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായി. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ദെൻ രണ്ടാമത്തത്, അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 15 ഇന്ത്യൻ സംസ്ഥാനങ്ങളല്ല, 16 ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റും തെറ്റായിട്ടുണ്ട്. ഇനി 3 വശങ്ങളിലും ഒരു വിദേശ രാജ്യത്താൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം സിക്കിം അല്ല, അത് ത്രിപുരയാണ്. ബംഗ്ലാദേശാണ് ത്രിപുരയുടെ 3 സൈറ്റ്സിലും. ഓക്കെ, അപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സും തെറ്റായ സ്ഥിതിക്ക് നമ്മുടെ ആൻസർ ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യൻ ജോഗ്രഫി എന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. അപ്പോൾ ഇതിലെ ടൈപ്പിംഗ് എറർ ഉണ്ട് കേട്ടോ, വിസ്തൃതി എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റ്സും ശരിയാണോ അല്ല തെറ്റാണോ? ഇതിൽ ഒരെണ്ണം മാത്രമാണ് ശരിയെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ 2 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, 1ഉം 2ഉം കറക്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ 2.42%. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി വെക്കണം കേട്ടോ. ഇത് മാത്രമല്ല, ഫോറസ്റ്റ് കവർ, കേരളത്തിലെ ഫോറസ്റ്റ് കവറൊക്കെ വെച്ചിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ഈ ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന പരീക്ഷയിൽ പോലും ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ എത്ര ശതമാനം ഫോറസ്റ്റ് ഏരിയ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ശതമാന കണക്കുകൾ ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര കര അതിർത്തിയും കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക. അന്താരാഷ്ട്ര കര അതിർത്തിയുമുണ്ട്, അതുപോലെ കടൽ തീരവുമുള്ള ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻസ് പശ്ചിമ ബംഗാൾ, ഗുജറാത്ത്, A and B ഇവയൊന്നുമല്ല, രണ്ടിനും ഉണ്ട് കേട്ടോ, പശ്ചിമ ബംഗാളിനും ഗുജറാത്തിനും. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയെ വടക്കേ ഇന്ത്യ എന്നും തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിക്കുന്ന അക്ഷാംശ രേഖ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 23.5 ഡിഗ്രി നോർത്ത്, അതിന്റെ തന്നെ സൗത്ത് 22.5 ഡിഗ്രി നോർത്ത് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസിൽ വന്നിട്ടുള്ളത്. ഏതാണ് ആൻസർ എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. 23.5 ഡിഗ്രി നോർത്താണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ തെക്കേ ഇന്ത്യ എന്നിങ്ങനെ 2ആയിട്ട് വിഭജിക്കുന്ന അക്ഷാംശ രേഖ അഥവാ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഷിപ്കില, ലിപ്പുലെ, മനാല, A, B and C. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കുറച്ച് സെക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ ഇതിലെല്ലാം തന്നെയും സസ്കർ പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പാണ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ 4 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കാം. ഓക്കെ, ആദ്യത്തെ നോക്കി, ഹിമാലയത്തിന്റെ എല്ലാ ശ്രേണികളുടെയും രൂപീകരണം നടന്നത് തൃതീയ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ, ഹിമാലയത്തിന്റെ ഡെക്കാൻ പീഠഭൂമിയിലേക്ക്. കാരണം ലേറ്റസ്റ്റ് നടന്ന LDC പരീക്ഷയ്ക്ക് പോലും ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണെന്നുള്ള രീതിയിൽ. രണ്ടാമത്തത്, ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 2 ലൈൻ ബൈഡയറക്ഷണൽ പാസ് നിലവിൽ വരുന്നത് സുജില പാസിലാണ്. മൂന്നാമത്തത്, ഡെക്കാൻ പീഠഭൂമിയിലുള്ള പ്രധാന ആഗ്നേയശില ബസാൾട്ട് ആണ്. പിന്നെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗത്താണ്.
ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിലൂടെ ഇതൊക്കെ മനസ്സിലായല്ലോ. ഹിമാലയത്തിന്റെ രൂപീകരണം ടെർഷറി പീരീഡിലാണെന്നും അതുപോലെ ഒരു ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 2 ലൈൻ ബൈഡയറക്ഷണൽ പാസ് സൂചില പാസിൽ വരുന്നുണ്ട് എന്നുള്ളതും, അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന ആഗ്നേയശില ബസാൾട്ട് ആണെന്നും, അതുപോലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദൻ കുന്നുകൾ കർണാടക പീഠഭൂമിയുടെ ഭാഗത്താണെന്നും മനസ്സിലായല്ലോ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ്. നമുക്ക് നോക്കാം. ഇത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏരിയയിലേക്ക് കടന്നു കഴിഞ്ഞു. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് നമ്മൾ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നോക്കി, മൗലികാവകാശങ്ങളിൽ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ വ്യക്തിക്ക് പ്രത്യേക അവകാശം നൽകുന്നു. ഇനി മൗലികാവകാശങ്ങളിൽ ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തും. ഈ തന്നിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതെങ്കിലും ഒന്നാണോ ശരി, അല്ലെങ്കിൽ രണ്ടും ശരിയാണോ, അല്ല ഇതൊന്നും ശരിയല്ലേ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി തലതിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും തെറ്റാണ്. ആക്ച്വലി ഇവയൊന്നും ശരിയല്ല. അതായത് മൗലിക അവകാശങ്ങൾ നമുക്കറിയാം പരിപൂർണമല്ല, അതായത് അബ്സല്യൂട്ട് അല്ല എന്നുള്ളത് നമുക്കറിയാം. ക്വാളിഫൈഡ് ആണ് അല്ലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മൗലികാവകാശങ്ങളിൽ ചിലത് എന്താണ്, നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്. അവ എന്താ ചെയ്യുന്നത്, ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. അത് നമുക്ക് ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ പറയാൻ പറ്റും അല്ലെ. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ എന്താണ്, എന്തിനെങ്കിലും റെസ്ട്രിക്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവമുള്ള കാര്യങ്ങൾ എന്താ ചെയ്യുന്നത്, ഈ പറഞ്ഞ പോലെ തന്നെ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം എന്ത് ചെയ്യുന്നു, റെസ്ട്രിക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് സ്വഭാവമുള്ളത് എന്താ ചെയ്യുന്നത്, വ്യക്തിക്ക് പ്രത്യേക അവകാശം നൽകുന്നു. ഓക്കെ, ആ ഒരു കൃത്യമായിട്ട് വായിച്ചാൽ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് നിയമം അധികാരപ്പെടുത്തിയാൽ അല്ലാതെ യാതൊരാളുടെയും സ്വത്താവകാശം എടുത്തു കളയാവുന്നതല്ലെന്ന് പറയുന്നത്? റൈറ്റ് ടു പ്രോപ്പർട്ടി അല്ലെ, അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു. പക്ഷെ 44th അമെന്റ്മെന്റിലൂടെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അല്ലെങ്കിൽ എന്താ പറയാ ലീഗൽ റൈറ്റ് മാത്രമായി മാറി. അത് 300A പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്കറിയാം. പക്ഷെ അത് അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു തരത്തിൽ ചോദിച്ചു അല്ലെ, നിയമം അധികാരപ്പെടുത്തിയാൽ അല്ലാതെ യാതൊരാളുടെയും സ്വത്താവകാശം എടുത്തു കളയാവുന്നതല്ലെന്ന് പറയുന്നത് ഏതിലാണ്? ചിലപ്പോൾ നമ്മൾ സബ്ബായിട്ടുള്ള 300ന്റെ 301 എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ 300A തന്നെയാണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്താവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓക്കെ, ഭാഗം 9 ആണ്. ഇത് പാർട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 10, 11, 12. ആൻസർ ഏതാണെന്നറിയോ? പാർട്ട് ഏത് ഭാഗത്താണ്? 12 ആണ് കേട്ടോ. മുൻപ് ഇത് 3ാം ഭാഗത്തായിരുന്നു. ഓക്കെ, പാർട്ട് 3ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് 12ലാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിഗണിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഭരണഘടനയിൽ നീതിന്യായ പുനഃപരിശോധന എന്ന പദം വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞേക്കണേ എന്താ, ആർട്ടിക്കിൾ 14 പറഞ്ഞിട്ടുള്ള ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന ആശയം ബ്രിട്ടനിൽ നിന്നും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന ആശയം അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. ഈ 2 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. 1 തെറ്റ് 2 ശരി, 1 ശരി 2 തെറ്റ്, 1 2 ശരി 1 2 തെറ്റ്. അപ്പോൾ ഇതിൽ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞത്? ആദ്യത്തേത്, അതായത് ഭരണഘടനയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നീതിന്യായ പുനഃപരിശോധന അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലും ഭരണഘടനയിൽ ആ ഒരു പദം പരാമർശിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊരു പദമേ ഉപയോഗിച്ചിട്ടില്ല. ഓക്കെ, ഒരിടത്തും അങ്ങനെ ഒരു പദം ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടിയോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല. കാരണം എന്താ, രണ്ടാമത്തെ ശരിയാണെന്ന് അറിയണ്ടേ. നോക്കി, ആർട്ടിക്കിൾ 14 നമുക്കറിയാം ഇക്വാലിറ്റി ബിഫോർ ലോ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ പോളിറ്റിയുടെ ബുക്ക്, ഇന്ത്യൻ പോളിറ്റി ഒക്കെ വായിക്കുന്നവർക്കും ഇപ്പോൾ റാങ്ക് ഫയലിൽ നോക്കിയാലൊക്കെ പഠിച്ചിട്ടുണ്ടാവും എല്ലാവരും അല്ലെ. ആർട്ടിക്കിൾ 14 നമ്മൾ ഈ ഒരു 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ ഈക്വാലിറ്റി ബിഫോർ ലോ എവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഒബ്വിയസ്ലി ബ്രിട്ടനിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ അമേരിക്കയിൽ നിന്നുമാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ 1 തെറ്റ് 2 ശരി എന്നുള്ളതാണ് ആൻസർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവ ഏത് അവയവത്തെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് കണ്ടെത്തുക. ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ പ്രതീക്ഷിക്കാട്ടോ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാമല്ലോ. നോക്കിയേ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും അധികം താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഈ അവയവത്തിലാണ്. ഓക്കെ, കൊളസ്ട്രോളിന്റെ നിർമ്മാണം നടത്തുന്നത് ഇത് ഏത് അവയവമാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടത്. കരൾ, വൃക്ക, ആമാശയ ഇവയൊന്നും അല്ല എന്നൊക്കെ തന്നിട്ടുണ്ട്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? കരളാണ് കേട്ടോ. കരളിന് വേറെയും കുറേയധികം സവിശേഷതകൾ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഉപാപചയ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ് എന്ത്, കരൾ എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ആന്തരിക അവയവമാണ് മനുഷ്യ ശരീരത്തിലെ അല്ലെ. ഏറ്റവും വലിയ 2ാമത്തെ അവയവമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ്. ഓക്കെ, ഏറ്റവും അധികം ഇപ്പൊ പറഞ്ഞ പോലെ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നു, താപം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഇതൊക്കെ മനസ്സിലാക്കുക. അതുപോലെ സസ്യങ്ങളിൽ കാണപ്പെടുന്ന ബീറ്റാ കരോട്ടിനെ കരളിൽ വെച്ച് വിറ്റാമിൻ എ ആക്കി മാറ്റുന്നു. ഇത്രയും കാര്യങ്ങൾ ഒന്ന് കരളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത്, രക്തത്തിൽ നിന്നും മൂത്രം അരിച്ചു മാറ്റുന്നത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വൃക്കാധമനി, വൃക്കാസിര, നെഫ്രോൺസ് ഇവയൊന്നുമല്ല. അപ്പം അതിന്റെ ഇന്റേണൽ പാർട്സിൽ വരുന്ന ഒരു സംഭവമാണിത്.
വൃക്കാധമനി എന്ന് പറഞ്ഞ സംഭവം എന്താ? വൃക്കകളിലേക്ക് ഉന്നത മർദ്ദത്തിലുള്ള രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ് എന്ത്? റീനൽ ആർട്ടറി അഥവാ വൃക്കാധമനി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇനി മാലിന്യങ്ങൾ നീക്കം ചെയ്യപ്പെട്ട രക്തം മഹാസിരയിലേക്ക് എത്തിക്കുന്ന രക്തക്കുഴലാണ് എന്ത്? വൃക്കാസിര അഥവാ റീനൽ വെയിൻ. ഇത് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? രക്തത്തിൽ നിന്ന് മൂത്രം അരിച്ചു മാറ്റുന്നത് എന്താണ്? നെഫ്രോൺസ് ആണ്. ഓക്കെ, വൃക്കയുടെ ഘടനാപരവും അതുപോലെ തന്നെ എന്താണ് അതിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയില്ലേ, അതാണ് എന്ത്? നെഫ്രോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എന്താണ്, ഓരോ വൃക്കയിലും കാണുന്ന നെഫ്രോണുകളുടെ എണ്ണം 12 ലക്ഷത്തോളമൊക്കെ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ NCERT-യിൽ അത് 10 ലക്ഷത്തോളം എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി. അടുത്ത ചോദ്യം, സ്വീറ്റ് ബ്ലഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏത് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കി, ആഗ്നേയ ഗ്രന്ഥി, പീയൂഷ ഗ്രന്ഥി, കരള്, ഇവയൊന്നുമല്ല. അപ്പൊ സ്വീറ്റ് ബ്ലഡ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? അത് ആഗ്നേയ ഗ്രന്ഥിയാട്ടോ. പാൻക്രിയാസ് ആണ് ആഗ്നേയ ഗ്രന്ഥി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? ഇത് കെമിക്കൽ ആ ഒരു അറ്റോമിക് സിമ്പിളാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. അയോൺ, സിങ്ക്, പൊട്ടാസ്യം, സോഡിയം ഒക്കെ തന്നിട്ടുണ്ട്. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം സിങ്ക് ആണ് കേട്ടോ. നെക്സ്റ്റ്, ഒരേ തന്മാത്രാ സൂത്രവും വ്യത്യസ്ത ഘടനയുമുള്ള സംയുക്തങ്ങളാണ് ഡാഷ്. അപ്പോൾ പ്രത്യേകം നമ്മൾ പറഞ്ഞു ഐസോട്ടോപ്പ്, ഐസോമർ, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണമെന്ന്. ഇവിടെ ഒരേ കെമിക്കൽ ഫോമുലയാണ്, പക്ഷെ വ്യത്യസ്ത ഘടനയുള്ളതാണ്. അതാണ് ഐസോമേഴ്സ്. ഓക്കെ, അപ്പൊ അതിനുള്ള എക്സാമ്പിൾ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഓക്കെ, അടുത്ത ചോദ്യം, ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലുപ്പം എത്ര ഇരട്ടി വലുതാണ്? ഡാഷ് എന്നാണ് തന്നിട്ടുള്ളത്, ഡാഷ് ആണ്. അപ്പോൾ അത് പൂരിപ്പിക്കണം, നമ്മൾ ഫിൽ ചെയ്യണം. എത്ര ഇരട്ടി വലുതാണ്? 10⁵5 ഇരട്ടി വലുതാണ്. 10⁵5 ഇരട്ടി വലുതാണ് ന്യൂക്ലിയസിനെ അപേക്ഷിച്ച് ആറ്റത്തിന്റെ വലുപ്പം. അടുത്ത ചോദ്യം, ബോർ ആറ്റം മാതൃകയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ബോർ ആറ്റം മോഡൽ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആറ്റം മോഡൽസ് ഒക്കെ. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു നോക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ഇക്വേഷൻ ടൈപ്പ് ഒക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനത്തെ പറഞ്ഞിട്ടത്. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഓരോ ഓർബിറ്റിന്റെയും ഊർജ്ജം എന്താണ്, അതിന്റെ ഫോർമുലയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് അത് പഠിച്ചു വെച്ചേക്കുക. എനർജി EN = -2.18 × 10⁻⁻18 Z⁻⁴ n² ജൂൾ എന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും ജൂളും കൂടി ഉണ്ട്, യൂണിറ്റും കൂടെ പഠിച്ചു വെച്ചേക്കുക. ജൂളാണ്. ഓപ്ഷൻ A ആണ് കറക്റ്റ്. ഇതിൽ RN എന്ന് പറയുന്നത് എന്താ? ബോർ റേഡിയസ് അല്ലെ. 52.9 × n² Z ഇതിൽ N എന്താണ്? ഓർബിറ്റിന്റെ എണ്ണമാണ്. Z എന്താണ്? അറ്റോമിക് നമ്പർ ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ഷെല്ലിന്റെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്, അതിനാൽ ഷെല്ലുകളെ എന്ത് ചെയ്യാം? ഊർജ്ജ നിലകൾ എന്ന് വിളിക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ്, ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. ചിലപ്പോൾ ഇത്രയൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ടെൻഷൻ ആകും അല്ലെ. സമാധാനമായിട്ടിരുന്ന് വായിക്കുക. ഓരോ ഷെല്ലിന്റെയും ഇലക്ട്രോണുകൾക്ക് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്, ശരിയാണ്. ഒരു നിശ്ചിത എനർജിയുണ്ട്, അതിനാൽ ഷെല്ലുകളെ എനർജി ലെവൽസ് എന്ന് വിളിക്കാം, ശരിയാണത്. ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് എന്ത് സംഭവിക്കില്ല? എനർജി കുറയുകയോ കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതും ശരിയാണ്. അപ്പോൾ നമ്മളിവിടെ തെറ്റായ പ്രസ്താവന ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചോദ്യങ്ങൾ തെറ്റാണ്, അയ്യോ ചോദ്യത്തിൽ ഉത്തരമില്ലല്ലോ ഒന്നും ചിന്തിക്കരുത്. ഇവയൊന്നും അല്ല എന്നുള്ളതാണ് ആൻസർ. എന്താണ്? രണ്ടും തെറ്റല്ല. ഓക്കെ, അങ്ങനത്തെ രീതിയിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ PSC ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഒന്ന് ട്വിസ്റ്റ് ചെയ്യാനും ഒന്ന് കൺഫ്യൂസ് ചെയ്യാനും നമ്മൾ വിചാരിക്കും അതിന് ഉത്തരമില്ല എന്നൊക്കെ വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് 19ാമത്തെ ചോദ്യം. ഓക്കെ, ഡിവിസിബിലിറ്റി റൂൾസ് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 11 വരെയുള്ളതെങ്കിലും നോക്കണം. 12ന്റെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ, ബാക്കിയുള്ളതിൻ്റെ അറിഞ്ഞാൽ മതി. അപ്പോൾ നോക്കി, നമുക്ക് 11ന്റെ മൾട്ടിപ്പിൾസ് ഏതാണെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന സംഖ്യ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിലിപ്പോൾ എടുത്തിട്ടില്ല, 3, 2, 6, 4 എടുക്കാം കേട്ടോ. 3, 2, 6, 4 ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് സം ചെയ്യാം. ഓക്കെ, 3 + 6 9, 2 + 4 6. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. ഇതിൻ്റെ ഡിഫറൻസ് എന്താ? 3. ഈ കിട്ടുന്ന ഡിഫറൻസ് 0യോ അല്ലെങ്കിൽ 11ന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ നമുക്ക് ഡിവിസിബിൾ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും അല്ല. ഓക്കെ, ഇനി ബാക്കിയുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, 3, 2, 7, 8. 7, 3, 10. 2, 8, 10. അപ്പോൾ ഡിഫറൻസ് 0 അല്ലേ, സോ ഇറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 11. ഓക്കെ, അപ്പോൾ 3, 2, 7, 8 എന്താകും? ഡിവിസിബിൾ ആണെന്നുള്ളത് കിട്ടും. ബാക്കിയുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ അനഘസംഖ്യ അല്ലാത്തത്. അനഘസംഖ്യ എന്ന് പറയും, അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ എന്നാണ് കേട്ടോ പറയാം. എന്താണ് പെർഫെക്റ്റ് നമ്പർ? ഒരു നമ്പർ പെർഫെക്റ്റ് ആകണം. ഇപ്പോൾ സപ്പോസ് എക്സ് ഒരു നമ്പറാണ്. എക്സിൻ്റെ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ഏതെങ്കിലുമൊക്കെ ഫാക്ടേഴ്സ്. എക്സിൻ്റെ ഒരു ഫാക്ടർ എക്സ് തന്നെയാണ്. അപ്പോൾ അതൊഴികെ ബാക്കിയുള്ള ഫാക്ടേഴ്സിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് പെർഫെക്റ്റ് നമ്പറാണെന്ന് പറയാം. അപ്പോൾ നോക്കിയേ, 6 എടുത്തു. 1, 2, 3, 6 ഇതാണ് ഫാക്ടേഴ്സ്.
ഈ 3 ഈ 6 ഒഴികെയുള്ള ഫാക്ടേഴ്സിൻ്റെ സം എന്താണ്? ആ നമ്പർ തന്നെയാണ് അല്ലേ? ഇതാണ് പെർഫെക്റ്റ് നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താണ് 6 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. 6 പെർഫെക്റ്റ് നമ്പറാണ്. 28 പെർഫെക്റ്റ് നമ്പറാണ്. അതുപോലെ തന്നെ 496 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. 8128 ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അപ്പോൾ ഇത്രയും പെർഫെക്റ്റ് നമ്പേഴ്സ് നോക്കി വെച്ചേക്കണം നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് മുൻപത്തേൽ ചോദിച്ചിട്ടുണ്ട്. എനിവേസ് നമ്മളോട് പെർഫെക്റ്റ് നമ്പർ അല്ലാത്ത ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇതിലേതാണ്? അത് 4 ആണ്. ഓക്കെ, നെക്സ്റ്റ്, രാജ്യത്തെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ ലോകത്തിലെ നീളത്തിന്റെ കാര്യത്തിൽ എത്രാം സ്ഥാനത്താണ്? അപ്പോൾ രാജ്യത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ കടൽപ്പാലമാണ് ഇത്, ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് മുംബൈ. അപ്പോൾ ലോകത്തിലെ നീളത്തിന്റെ കാര്യത്തിൽ ഇതിന് എത്രാം സ്ഥാനത്താണെന്നറിയോ? ഇത് 12ാം സ്ഥാനത്താണ് കേട്ടോ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രീതി രജക്, പ്രീതം കൗർ, ലാലി നായിക മഞ്ജുഷ ഇവരാരുമല്ല. അപ്പോൾ ഇതിന് ആൻസർ ഏതാണെന്നറിയോ? പ്രീതി രജക് ആണ്. അപ്പോൾ കരസേനയിൽ ചേരുന്ന ആദ്യ വനിതാ ഷൂട്ടിംഗ് താരം കൂടിയാണ് ആര്? പ്രീതി രജക്. ട്രാപ്പ് ഷൂട്ടിംഗ് താരമാണ്. ചൈനയിൽ കഴിഞ്ഞ വർഷം നടന്ന 19ാമത് ഏഷ്യൻ ഗെയിംസിൽ ട്രാപ്പ് ഷൂട്ടിംഗ് വിഭാഗത്തിൽ പ്രീതി രജക്കിന് വെള്ളി മെഡൽ കിട്ടിയിരുന്നു. ഓക്കെ, ഇന്ത്യയിൽ ഭാരതരത്ന നേടുന്ന 50ാമത്തെ വ്യക്തി. ഓപ്ഷൻസ് നിതീഷ് കുമാർ, PV നരസിംഹറാവു, ലാൽ കൃഷ്ണ അദ്വാനി ഇവരാരുമല്ല. അപ്പോൾ ആൻസർ ലാൽ കൃഷ്ണ അദ്വാനിയാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഉയർന്ന സിവിലിയൻ ബഹുമതിയാണ് എന്ത്? ഭാരതരത്ന എന്ന് പറയുന്നത്. അപ്പോൾ അത് നേടുന്ന 50ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. മുതിർന്ന BJP നേതാവ്, അതുപോലെ തന്നെ മുൻ ഉപപ്രധാനമന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് നേതാവും അതുപോലെ ബീഹാർ മുൻ മുഖ്യമന്ത്രിയുമായ കർപ്പൂരി ഠാക്കൂറിനും ജനുവരിയിൽ ഈ പറഞ്ഞ ബഹുമതി ഭാരതരത്ന പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഭാരതരത്ന ബഹുമതി ഇതോടെ ഈ ഒരു ഇയറിൽ 2 സീനിയർ ആയിട്ടുള്ള നേതാക്കൾക്ക് പ്രഖ്യാപിക്കുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കുക. അടുത്ത നോക്കി, 2024 വജ്ര ജൂബിലി ആഘോഷിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ സ്പേസ് ഏജൻസി, നബാർഡ്, ഇന്ത്യൻ പാർലമെന്റ്, സുപ്രീം കോടതി എന്നിവയാണ് ഓപ്ഷൻസ്. അപ്പോൾ ആൻസർ സുപ്രീം കോടതിയാണ്. 1950 സുപ്രീം കോടതി സ്ഥാപിതമായത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ വജ്ര ജൂബിലി ഭാഗമായിട്ട് ഡിജിറ്റൽ സുപ്രീം കോടതി റിപ്പോർട്ടുകൾ DGCR എന്ന് പറഞ്ഞിട്ട്, SCR കേട്ടോ, DGSCR, ഡിജിറ്റൽ ആയിട്ടുള്ള സുപ്രീം കോടതി റിപ്പോർട്ട്സ്, അതുപോലെ ഡിജിറ്റൽ കോടതികൾ 2.0, സുപ്രീം കോടതിയുടെ പുതിയ വെബ്സൈറ്റ് എന്നിവയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ള പൗരകേന്ദ്രീകൃത വിവര സാങ്കേതിക സംരംഭങ്ങൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി വിധികളൊക്കെ പൗരന്മാർക്ക് ഫ്രീ ആയിട്ടും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഫോർമാറ്റിലും ലഭ്യമാക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 36,308 കേസുകൾ ഉൾക്കൊള്ളുന്ന ഈ പറഞ്ഞ 1950 തൊട്ടിട്ടുള്ള സുപ്രീം കോടതി റിപ്പോർട്ടുകളുടെ 519 വോള്യൂംസ് ഡിജിറ്റൽ ഫോർമാറ്റിൽ സാധാരണക്കാർക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്, രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല ഏതാണെന്നുള്ളതാണ്. ഓപ്ഷൻസിൽ വയനാട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണെന്നറിയോ? വയനാടാണ് കേട്ടോ. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിച്ച ഈ പറഞ്ഞ ജാത്തിരൈ എന്ന് പറഞ്ഞ ഒരു കാലാവസ്ഥ ഉച്ചകോടിയിൽ കാർബൺ ന്യൂട്രൽ വയനാട് റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പുറത്തിറക്കി. ഓക്കെ, രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യ ജില്ല, അതുകൊണ്ട് തന്നെ ഏതായി മാറി? വയനാടായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബംഗളൂരുവിലെ സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഇക്കോളജിയിൽ നിന്ന് വിരമിച്ച പ്രൊഫസർ ഡോക്ടർ NH രവീന്ദ്രനാണ് ഔദ്യോഗികമായിട്ട് ഈ പറഞ്ഞ റിപ്പോർട്ട് പ്രകാശനം ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, 2024 മാർച്ചില് പോർട്ട് ബ്ലെയർ ആണ്. പോർട്ട് ബ്ലെയറിൽ നടന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് US കോസ്റ്റ് ഗാർഡ് സംയുക്ത മാരിടൈം സെക്യൂരിറ്റി എക്സസൈസിന്റെ ആ ഒരു പേര് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻസ് നോക്കി, സി ഡിഫൻഡേഴ്സ്, ഇംനോക്സ്, ധർമ്മ ഗാർഡിയൻ 2024 ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പോൾ സി ഡിഫൻഡേഴ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും കടലിലെ എണ്ണ ചോർച്ചകളോടും മറ്റ് പാരിസ്ഥിതിക അപകടങ്ങളോടും പ്രതികരിക്കുന്നതിൽ തങ്ങളുടെ വൈദഗ്ധ്യം പ്രദർശിപ്പിച്ച മലിനീകരണ പ്രതികരണ പ്രദർശനം ഉൾപ്പെടെയുള്ള വിവിധ സാഹചര്യങ്ങൾ ഈ പറഞ്ഞ അഭ്യാസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, നിയമവിരുദ്ധ പ്രവർത്തനമെന്ന് സംശയിക്കുന്ന കപ്പലുകൾ പരിശോധിക്കുന്നതിനുള്ള വിസിറ്റ്, ബോർഡർ സെർച്ച് ആൻഡ് സീസർ ഓപ്പറേഷനുകളും ഇത് അനുകരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കി, 2024 മാർച്ചിൽ പോർട്ട് ബ്ലെയറിൽ, അപ്പോൾ ഇതൊരു ടൈപ്പിംഗ് എറർ വന്നപ്പോൾ തിരുത്തി എഴുതുക കേട്ടോ. പോർട്ട് ബ്ലെയറിൽ നടന്ന ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് US കോസ്റ്റ് ഗാർഡ് സംയുക്ത മാരിടൈം സെക്യൂരിറ്റി എക്സസൈസിന്റെ പേര് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സി ഡിഫൻഡേഴ്സ് എന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജാനുവരി മുതൽ മാർച്ച് വരെയുള്ള കറണ്ട് അഫയേഴ്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടത് ഡിസ്കസ് ചെയ്ത്, ഇതല്ലാതെ കുറേയധികം കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്
ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീക്കിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ത് പറഞ്ഞിട്ടുള്ള പോർഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ നല്ലോണം നോക്കുക. അതിൻ്റെ കറസ്പോണ്ടിങ് സെക്ഷൻസും അതായത് ചാപ്റ്റേഴ്സ് ഇപ്പോൾ SCERT ചാപ്റ്റേഴ്സ് ആണെങ്കിൽ അത്, റാങ്ക് ആണെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇതുള്ളത്, നിങ്ങളുടെ കയ്യിൽ സോഴ്സ് ഉള്ളത്, അതിനനുസരിച്ചുള്ള റെഫറൻസസ് നോക്കുക. ആ ഭാഗങ്ങൾ ഒന്നും കൂടെ പഠിച്ചു പോകുക കേട്ടോ. ഈ ചോദ്യങ്ങൾ നോക്കുന്നത് വഴി ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള ചലഞ്ച്, അതായത് ചലഞ്ച് 2, അത് നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. രാത്രി 7 മണിക്ക് ഏതൊക്കെ പോർഷൻസ് ആണ് നെക്സ്റ്റ് വീക്കിലത്തേക്ക് പഠിച്ചു തീർക്കേണ്ടത് എന്നുള്ളത്. എന്നാലല്ലേ നമുക്ക് കുറച്ച് പേർക്ക് അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് ഓരോ ആഴ്ചയ്ക്കുള്ളത് മാറ്റി നമുക്ക് ആഴ്ച കൊണ്ട് തീർക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.